Hi dears, Assalamualaikum. Welcome back to my channel. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കേക്ക് ബോർഡ് വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജൂട്ട് ത്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ബോർഡിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ജൂട്ട് ത്രെഡ് വൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൗണ്ടായിട്ടൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ജൂട്ട് ത്രെഡ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഏത് തരത്തിലുള്ള ത്രെഡ് വെച്ചിട്ടും നിങ്ങൾക്കിതുപോലെ ചെയ്യാം. എൻ്റെ കയ്യിൽ ഈ ഒരു വണ്ണത്തിലുള്ള ത്രെഡാണുള്ളത്. അപ്പോൾ ഞാനത് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കാലമായി വോയിസ് ഓവർ ചെയ്തിട്ട് അധികം മ്യൂസിക് വെച്ചിട്ട് തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഇല്ല. കാരണം ഞാൻ തന്നെ വോയിസ് കൊടുത്തതിന് ശേഷം കേൾക്കുമ്പോൾ എനിക്കെന്തോ ഒരു ചേർച്ചയില്ലാത്ത പോലെ തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഒരു തവണ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു വുഡൻ ബീഡ്സാണ്, വുഡൻ ബട്ടൺസാണ്. ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലൊരു മാല ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ ബീഡ്സും കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു വുഡൻ ബട്ടൺസ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബട്ടൺസ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കണം കേട്ടോ. അപ്പം കുറച്ച് മൾട്ടി കളേർഡായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെയാണ് നമ്മുടെ ഈ ഒരു വോൾ ഡെക്കർ കുറച്ച് കളർഫുൾ ആവത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ബട്ടൺസ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ജൂട്ട് ത്രെഡ് വെച്ചിട്ടൊന്ന് വൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ലെയറിലൊന്ന് വൈൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. ജൂട്ടും അതുപോലെ തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ബട്ടൺസും പിന്നെ കുറച്ച് ബീഡ്സും വെച്ചാൽ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് വാൾ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ടേബിൾ മാറ്റായിട്ട് വെച്ചാലും നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഫ്ലവർ പോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു അട്രാക്റ്റീവ് ലുക്കായിരിക്കും. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ ജൂട്ട് ത്രെഡ് ഒരു 3 ലെയേഴ്സിലൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബീഡ്സ് സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള വുഡൻ ബീഡ്സ് ഉണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ ചുറ്റിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ വുഡൻ ബീഡ്സ് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ബോർഡ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ജൂട്ട് ത്രെഡ് വെച്ച് കവർ ചെയ്യാം. കേക്ക് ബോർഡ്സ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു DIY ക്രാഫ്റ്റാണിത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ജൂട്ട് ത്രെഡ് വെച്ചിട്ട് ഞാൻ കുറച്ച് ടാസൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം ഒട്ടുമിക്ക ആളുകൾക്കും ഉണ്ടാക്കാൻ അറിയും എന്നുള്ളതുകൊണ്ട് ഞാനതൊരു വീഡിയോ ആക്കിയിട്ടില്ല. ഇനി നമ്മുടെ കേക്ക് ബോർഡിനൊന്ന് മറിച്ചിട്ടതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടാസൽസ് സ്റ്റിക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അത് റിമൂവ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ടാസൽസ് കേക്ക് ബോർഡിൻ്റെ ചുറ്റിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഈ കേക്ക് ബോർഡിനെ തിരിച്ച് വെച്ചതിന് ശേഷം ടാസിൽസിൽ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ സംഭവം ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി ഈ ഒരു കേക്ക് ബോർഡിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനം ഇതുപോലെ കുറച്ച് വുഡൻ ബട്ടൺസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും അവസാനമായിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കൊരു മിറർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ബോർഡിൻ്റെ മേക്ക് ഓവർ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം പറയല്ലേ, ഈ ഒരു ലുക്ക് കണ്ടിട്ട് എനിക്കൊരു ട്രൈബൽ ക്രാഫ്റ്റ് ഒക്കെ പോലെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനെടുത്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും. അതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.